അങ്ങനെ രാത്രിയിലെ ഗായത്രി ഉറങ്ങാതെ ഭരത്തൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ആലോചിക്കാൻ, എന്നിട്ട് അതും ഓർത്ത് വിഷമിച്ചിരിക്കാൻ. ആ സമയത്ത് ഭാനു അവിടേക്ക് വരുന്നുണ്ട്. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ലൈറ്റ് കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയട്ടെ ഭാനു. ഇപ്പോൾ ഇരുട്ടിൽ പോലും എനിക്ക് പേടിയാണ് മോൾ, അത്രമാത്രം ഞാൻ ഒറ്റപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് ഗായത്രി പറയട്ടെ. അപ്പോൾ ഭാനു പറയുന്നത്, എന്താ അമ്മ ഇതൊക്കെ, ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിക്കാതെ. അപ്പോൾ ഗായത്രി പറയുന്നത്, ഇനി ഞാൻ എങ്ങനെ ചിന്തിക്കാതിരിക്കാം? എന്റെ മക്കളെല്ലാം ഒരുപാട് അങ്ങ് വളർന്നു. അന്നും ഇന്നും എന്നും എന്റെ മനസ്സിൽ ഈ വീടും എന്റെ 5 മക്കളും മാത്രമായിരുന്നു. വേറൊരു ചിന്തയും എനിക്കില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഭാനു പറയുന്നുണ്ട്, അമ്മ പറയുന്നത് അമ്മയുടെ ആഗ്രഹങ്ങളല്ലേ, അല്ല തീരുമാനമല്ലല്ലോ. ഭാവനച്ചിയുടെ പേരിൽ ഈ വസ്തു വാങ്ങിക്കുന്നതിനോട് ആർക്കും യോജിപ്പില്ലാത്ത സ്ഥിതിക്ക് എന്തിനാണ് അമ്മയെ വെറുതെ ഒരു സംസാരം? ഭാവനച്ചിക്കാണെങ്കിൽ ഈ ഒരു കാര്യം തീരെ ഇഷ്ടപ്പെടുകയുമില്ല. അല്ലെങ്കിൽ ഭാമച്ചിക്ക് എവിടെ എന്ത് പറയണമെന്ന് ഒരു വിവരവുമില്ല. അബിയേട്ടനാണെങ്കിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഗായത്രി ചോദിക്കുന്നത്, അബി എന്താ പറഞ്ഞത്? അബിയേട്ടനെ ക്യാഷ് ഒന്ന് കേട്ടാലൊന്നും കണ്ണ് മഞ്ഞളിക്കില്ല എന്ന് ഭാമച്ചിക്ക് അറിയില്ല അമ്മേ. അമ്മയുടെ തീരുമാനത്തെ എതിർത്തതിനും ഭാവനച്ചിയെ കുറ്റപ്പെടുത്തിയതിനൊക്കെ നന്നായിട്ട് അബിയേട്ടന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കണ്ടതായിട്ട് ഭാമേച്ചി അറിയില്ല. ഇനി അവളെ അത് അറിയിക്കണ്ട എന്ന് പറയട്ടെ ഗായത്രി. എങ്ങനെയെങ്കിലും ഇനി നിന്റെ കാര്യം കൂടി അങ്ങ് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു, എങ്കിലേ മനസ്സിന് സമാധാനമുള്ളൂ. ഭാനു പറയുന്നുണ്ട്, അതൊക്കെ അതിന്റെ സമയമാകുമ്പോൾ നടക്കും അമ്മ, അതോർത്തൊന്നും അമ്മ വിഷമിക്കേണ്ട. അമ്മ നോക്കിക്കോ, ഈ വിവരം അറിയുമ്പോൾ ഭാവനേച്ചി നന്നായിട്ട് വിഷമിക്കും. ഭാവനേച്ചി എന്നും എല്ലാവരെയും ചേർത്ത് പിടിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അതിനൊരു കോട്ടം വരാൻ ഭാവനേച്ചി ഒരിക്കലും സമ്മതിക്കില്ല. ആർക്കും സ്വപ്നം കാണാൻ പറ്റാത്തതുപോലുള്ള സൗഭാഗ്യമാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. എന്നിട്ടും അത്യാർത്ഥിക്കൊന്നും ആർക്കും ഒരു കുറവുമില്ല എന്നൊക്കെ പറയാൻ ഭാനു. അപ്പോൾ ഗായത്രി പറയുന്നത്, ഇതുപോലെ സംസാരങ്ങളൊന്നും നിന്റെ വായിൽ നിന്നും വരാതെ നീ സൂക്ഷിക്കണം. ചില വാക്കുകൾ പിന്നെ തിരിച്ചെടുക്കാനോ തിരുത്താനോ പറ്റുകയില്ല. എന്തായാലും ഭാവന വരട്ടെ, ഞാൻ എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. ബാക്കി എന്താണെന്ന് അവൾ പറയട്ടെ എന്ന് പറയാൻ. അങ്ങനെ ഭാനുവിനോട് പോയി കിടക്കാൻ പറയാൻ. അങ്ങനെ ഭാനു അമ്മയെ കൊണ്ടുപോയി ബെഡിലിരുത്തിയതിനു ശേഷം, ഇനി അമ്മ ഒന്നും ആലോചിക്കണം, നന്നായിട്ട് ഉറങ്ങ് എന്ന് പറയാൻ. എന്നിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തതിനു ശേഷം അവൾ അവിടെ നിന്ന് പോവാൻ കേട്ടോ. ശേഷം കാണിക്കുന്നത് രാവിലെ സൂര്യയുടെ വീടാണ്. അവിടെ ദേവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പത്രമൊക്കെ നോക്കുക. അപ്പോൾ ദേവനുള്ള ചായമായിട്ട് ജയ അവിടെ എത്തുന്നുണ്ട്. അതേസമയം സൂര്യയും ഭാവനയും പിന്നാലെ തന്നെ എത്തുന്നുണ്ട്. എന്നിട്ട് ഭാവന അവരുടെ വീട് വാങ്ങാൻ പോകുന്ന വിവരവും അടുത്ത ആഴ്ച തന്നെ രജിസ്ട്രേഷൻ നടക്കും എന്നൊക്കെ പറയാൻ. ഇത് കേൾക്കുമ്പോൾ ദേവൻ പറയുന്നത്, ഞങ്ങൾക്ക് സന്തോഷമായി മോൾ, ആ വീട് നിങ്ങൾ സ്വന്തം ആയിട്ട് തന്നെ നോക്കിയില്ലേ, അതിന് ഈശ്വരൻ തന്ന പ്രതിഫലമാണിത്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അതെ. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് പ്രസീതയും മാനസയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരോടും കൂടി ഭാവന ആ വിവരം അറിയിക്കാം. അവർക്കും ഒത്തിരി സന്തോഷം തോന്നുക കേട്ടോ. പിന്നെ ഇന്ന് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അവൾക്ക് വീട്ടിൽ വരെ പോവേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് ജയയോട്. ജയ പറയുന്നുണ്ട്, നീയും മാനസമോൾ നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇടയ്ക്കിടയ്ക്കുള്ള അങ്ങോട്ടേക്കുള്ള വരവും പോക്കുമെല്ലാം മോള് ഇനി അല്പം കുറയ്ക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. മാനസ പറയുന്നുണ്ട്, ഭാവന നീ ഇനി ചെക്കപ്പിന് പോകുമ്പോൾ എന്നെ അറിയിക്കണം, ഞാനും വരുന്നുണ്ട്, എനിക്കും ഡോക്ടറെ ഒന്ന് കാണണം എന്ന് പറയാൻ. അതിനെന്താ, ഞാൻ കൊണ്ടുപോവാലോ എന്നൊക്കെ പറയുന്നുണ്ട് ഭാവന. പിന്നീട് സൂര്യ ഭാനുവിന്റെ വിവാഹക്കാര്യമൊക്കെ പറയാൻ. അങ്ങനെ എല്ലാവരും അതൊക്കെ കേട്ട് സന്തോഷം നിൽക്കാൻ. അപ്പോൾ ജയ പറയുന്നുണ്ട് പ്രസീതയോട്, പ്രസീത സൂര്യക്കും ഭാവനക്കുമുള്ള ചായ അവിടെ ഇരിപ്പുണ്ട്, നീ പോയി എടുക്ക് എന്ന് പറയാം. അങ്ങനെ അതെടുക്കാൻ വേണ്ടി പ്രസീത അടുക്കളയിലേക്ക് പോവാൻ. അങ്ങനെ അവർക്കുള്ള ചായ എല്ലാം 2 കപ്പിൽ ഒഴിക്കുകയാണ്. ആ സമയത്താണ് അജയൻ എഴുന്നേറ്റ് വരുന്നത്. അജയേട്ടൻ എഴുന്നേറ്റ് വന്ന് ചോദിക്കുന്നു, ഞാൻ ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ എടി എന്ന് പറയണം അജയൻ. ഞാനേ ഭാവനക്ക് സൂര്യക്കുള്ള ചായ എടുക്കുകയാണ്, അത് കൊണ്ടുകൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് പറയുന്നുണ്ട്, അതെ, ഭാവനയും കുടുംബം ഇപ്പോൾ താമസിക്കുന്ന വീടില്ലേ, അത് അവർ സ്വന്തമാക്കാൻ പോവുകയാണ്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, അതെന്തായാലും നന്നാ, ഇത്രയും നാൾ സ്വന്തം വീട് പോലെ കരുതിയതല്ല, അത് സ്വന്തമാക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് എന്നൊക്കെ പറയാൻ. ഇത് കേട്ടുകൊണ്ട് മാനസയും അവിടേക്ക് വരികയാണ് ട്ടോ. അപ്പോൾ മാനസ പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, നമുക്ക് നല്ലൊരു വീട് വാങ്ങാം, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം വാങ്ങി അച്ഛൻ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ നമുക്കൊരു വീട് നിർമ്മിക്കാം. അപ്പോൾ ഈ വീടോ എന്ന് ചോദിക്കുന്നുണ്ട് അജയൻ. മനസ്സ് പറയുന്നത്, അച്ഛാ, ഈ വീട് ആന്റി എനിക്ക് ഇഷ്ടദാനമായി തന്നു എന്ന് കരുതി നമുക്ക് അവരെ ഇവിടെ നിന്നും ഇറക്കിവിടാനൊന്നും പറ്റില്ലല്ലോ. ആന്റിക്കും അങ്കിളിനും സൂര്യക്കും ഒക്കെ ഈ വീടിനുള്ള അറ്റാച്ച്മെന്റ് ഞാൻ പറയാതെ തന്നെ അച്ഛൻ അറിയാമല്ലോ. അതുകൊണ്ട് അവർ ഇവിടെ കഴിയട്ടെ അച്ഛാ, നമുക്ക് വേറെ വീട് വെക്കാം എന്ന് പറയാൻ. അപ്പോൾ അജയൻ ചോദിക്കുന്നത്, അതിന് മോളെ ഒത്തിരി ക്യാഷ് ആവില്ലേ? നീ വിചാരിച്ചതുപോലെ അത്ര ഈസി അല്ല. അതിനെന്താ അച്ഛാ, ഭാവന എനിക്ക് അതിനുള്ള ക്യാഷ് എല്ലാം തരും എന്ന് പറയാണ്. അതിന് മോളെ ഇതിന് ചില്ലറയൊന്നും പോരാ എന്ന് പറയാണ് അജയൻ. അച്ഛൻ എന്താ വിചാരിച്ചത്? ഭാവന എനിക്ക് തരാൻ പോകുന്നത് കുറച്ചൊന്നുമല്ല, അവൾക്ക് കിട്ടാൻ പോകുന്നതിന്റെ 1/3 ഭാഗമാണ്. അതായത് ഞാൻ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 7-8 കോടി വരും. ഇത് കേട്ടതും അജയൻ ആകെ ഷോക്കാവാണ്. അതെ അച്ഛാ, ഇത് ഭാവന എന്നോട് സംസാരത്തിൽ പല തവണയായി സൂചിപ്പിച്ചതാണ്. അപ്പോൾ പ്രസീത പറയുന്നത്, എന്താ ഭാവന ഇങ്ങനെ, ഇതുപോലൊരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് അമ്മ ഭാവൻ. സൂര്യക്കും ഭാവനക്കും വേണ്ടി ഞാൻ ഇങ്ങനെ ത്യാഗം ചെയ്തില്ലെങ്കിൽ അവൾ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടദാനം തരും, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛന് പറയുന്നുണ്ട്, മോളെ, അറിഞ്ഞോ അറിയാതെയൊക്കെ ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അതിനൊക്കെയുള്ള പ്രായശ്ചിത്തം എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇനി ഒരിക്കലും എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല എന്ന് പറയട്ടെ. അദ്ദേഹം തീർച്ചയായും മാനസിക സന്തോഷമാണ്. അച്ഛാ, ഇപ്പോഴാണ് അച്ഛൻ ശരിക്കും എന്റെ അച്ഛനായത് എന്ന് പറഞ്ഞ് അച്ഛനെ അവൾ ഹഗ് ചെയ്ത് ചേർത്ത് പിടിക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സേതും രമേശനും കൂടി ആ വിനയനെ കാണാൻ പോയിരിക്കാൻ കേട്ടോ. വിനയൻ പറയുന്നുണ്ട്, ഇപ്പോൾ എന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വമ്പൻ ടീമാണ്,
അവർ ഏത് സമയത്തും 2 കോടിയിലേറെ രൂപ തരാൻ തയ്യാറാണ്. ഇപ്പോൾ എനിക്ക് പണത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ വീട് വിൽക്കുന്നത്. അത് സേതുവിന് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ക്യാഷ് തരാം. ഇല്ലെങ്കിൽ ആ വീട് എനിക്ക് അവർക്ക് കൊടുക്കേണ്ടി വരും. ടൗണിന്റെ ഹൃദയഭാഗത്തായതുകൊണ്ടാണ് അവർക്ക് അത്രയേറെ ആ വീട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ രമേശൻ പറയുന്നുണ്ട്, അയ്യോ വിനയ, സേതുവേട്ടന്റെ അമ്മയുടെ സ്വത്തുക്കൾ ഇപ്പോൾ നല്ലൊരു ടീമാണ് നോക്കി വെച്ചിരിക്കുന്നത്. ഏത് സമയത്തും കച്ചവടം നടക്കും. അതുകൊണ്ട് അല്പം സാവകാശം തരണം. ക്യാഷ് ഉടനെ തന്നെ തരാം എന്ന് പറയുന്നുണ്ട്. വിനയൻ പറയുന്നുണ്ട്, ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സമയത്തല്ലേ ഉപകാരപ്പെടേണ്ടത്. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തന്നിട്ട് അതിനുള്ളൊരു വാല്യൂ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും 3 ദിവസത്തെ സാവകാശം ഞാൻ തരാം. അതിനുള്ളിൽ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എന്നോട് അറിയിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് മടങ്ങാൻ ട്ടോ. ഇനി എന്ത് ചെയ്യണം ക്യാഷിന് വേണ്ടിയിട്ട് എന്നറിയാതെ സേതു ആകെ ടെൻഷനായി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭാവന രാവിലെ തന്നെ അവളുടെ വീട്ടിലെത്തുകയാണ്. ആ സമയത്ത് ഭാമയാട്ടെ മുറ്റത്ത് നിന്ന് ആരോടോ ഫോൺ സംസാരിക്കാൻ ട്ടോ. ഭാവന ഭാമയെ കണ്ടതും ഭാമയെ എന്ന് വിളിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ ഭാമ ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് ഭാവനയെ മൈൻഡ് ആക്കാതെ അകത്തേക്ക് പോകാൻ നിൽക്കുക. എവിടേക്ക് ഭാമ നീ പോകുന്നത്? ഞാൻ വിളിച്ചത് കേട്ടില്ലേ എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു നിർത്തുക. ആ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോവാണ്. അപ്പോൾ ഭാവന തിരക്കുന്നുണ്ട്, എന്താ ഭാമ നിനക്ക് പറ്റിയത്, എന്താ പ്രശ്നം? അപ്പോൾ ഭാമ പറയുന്നത്, എനിക്ക് യാതൊരു പ്രശ്നമില്ല ചേച്ചി. അല്ല ചേച്ചി, ഞാൻ കാര്യം ചോദിച്ചാൽ ചേച്ചി വ്യക്തമായിട്ട് മറുപടി പറയാം. ഭാവന പറയുന്നുണ്ട്, നീ ആദ്യം കാര്യം പറയും, മറുപടി തരാൻ പറ്റിയതാണെങ്കിൽ ഞാൻ തരാം എന്ന് പറയാൻ ട്ടോ. അപ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്, നമ്മുടെ അമ്മക്ക് 5 മക്കളല്ലേ ഉള്ളത്, എന്നാൽ ഇപ്പോൾ അമ്മ വേർതിരിവൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട്, ഭാമ നിനക്ക് എന്താ പറ്റിയത്? അമ്മ ഇവിടെ ആരെയാണ് വേർതിരിച്ച് കണ്ടത്? അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ചേച്ചി ഒഴികെ ബാക്കി 4 മക്കളെയും അമ്മ വേർതിരിച്ച് തന്നെയാണ് കാണുന്നത്. അതോ ചേച്ചിയും കൂടി അറിഞ്ഞിട്ടാണോ അമ്മ ഈ തീരുമാനം എടുത്തത് എന്ന് ചോദിക്കാം. നീ ഇത് ഏത് തീരുമാനത്തിന്റെ കാര്യമാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന. അമ്മ ഈ വീട് ഭാവനേച്ചിയുടെ പേരിലാണ് വാങ്ങിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞത്. ഇത് കേട്ടതും ഭാവന ആകെ ഷോക്കാവാൻ ട്ടോ. ചേച്ചി, ഞാനൊരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ ചേച്ചിയുടെ പേർക്ക് മാത്രം ഈ വീട് വാങ്ങുന്നത് എനിക്കിഷ്ടമല്ല. അമ്മ പറയാണ് ചേച്ചിയുടെ പേരിൽ ഈ വീട് വാങ്ങിയാൽ ഇത് കുടുംബ വീടായി നിലനിൽക്കുമെന്ന്. അതെങ്ങനെ ശരിയാവുക? അമ്മയുടെ ഈ തീരുമാനം കാരണം സഹോദരങ്ങൾ തമ്മിലടിക്കും. എന്താ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഭാവനയാകട്ടെ ആകെ ഷോക്കായിട്ട് ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കാൻ ട്ടോ. എനിക്കറിയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചേച്ചി ഒരിക്കലും ചിന്തിക്കാത്തതാണെന്ന്. അപ്പോൾ ഭാവന ചോദിക്കുന്നു, എന്താ ഭാവന നിനക്ക് പറയാനുള്ളതാ നീ പറഞ്ഞു കഴിഞ്ഞോ? ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നീ ഇവിടെ എന്റെ വരവ് പ്രതീക്ഷിച്ച് തന്നെയാണ് നിന്നിരുന്നത് എന്ന്. അഭി വന്നിട്ടുണ്ടോ? ഇന്റെ അതേ അഭിപ്രായം തന്നെയാണ് അഭിക്കും ഉള്ളത് എന്നൊക്കെ ചോദിക്കാൻ ഭാവന. അതൊന്നും എനിക്കറിയില്ല, ഞാൻ എന്റെ അഭിപ്രായമാണ് ചേച്ചിയോട് പറഞ്ഞത്. മനസ്സിൽ എന്തുണ്ടെങ്കിലും തുറന്ന് പറയുമെന്ന് ചേച്ചിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചത്. ഭാവന പറയുന്നത് അതൊക്കെ നല്ല തന്നെയാണ്, പക്ഷെ ഏത് കാര്യത്തിനും ഇങ്ങനെ തന്നെ ആയിരിക്കും. അമ്മ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അകത്തുണ്ട് എന്ന് പറയാണ് ഭാവന. അങ്ങനെ ഭാവന അകത്തേക്ക് വരികയാണ്. ആ സമയത്ത് ഭരത്തും അരുന്ധതിയും ഇതേ കാര്യത്തിന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുന്ധതി പറയുന്നുണ്ട്, എന്നാലും അമ്മ ഭാവനേച്ചിയുടെ പേരിൽ എന്തിനാണ് ഈ വീട് എഴുതി വെക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് അമ്മയുടെ അപ്പത്തെ ബുദ്ധിയിൽ തോന്നിയതായിരിക്കും. അമ്മ അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയാൻ ട്ടോ. അപ്പോൾ ഭാവന അവിടേക്ക് കയറി വരുന്നുണ്ട്. അമ്മക്കെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല ഭാവനേച്ചി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ കുറെയൊക്കെ ഭാമ പറഞ്ഞ് ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഭാവന. അങ്ങനെ അരുന്ധതിയും ഭരത്തൊക്കെ സെയിം കാര്യം തന്നെ പറയാം. ഈ വീട് അമ്മയുടെ പേരിൽ എഴുതി വെക്കണം, എങ്കിലേ ഇത് തറവാട് വീടായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല ഞങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ഇവിടെ വരാനും പോകാനും ഒരു സ്വാതന്ത്ര്യമുള്ളൂ. ചേച്ചിയുടെ പേരിൽ എഴുതി വെക്കുന്നത് എന്തുകൊണ്ടും ചേച്ചിക്ക് നല്ലതല്ല എന്നൊക്കെ പറയാൻ. എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങാൻ ട്ടോ ഭാവന. എന്നാൽ ഇതെല്ലാം ഗായത്രി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആകെ വിഷമിച്ച് റൂമിൽ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് ഭാമ പറഞ്ഞ ഓരോ വാക്കുകൾ ഭാവനയുടെ മനസ്സിൽ അലയടിക്കുകയാണ്. അതേസമയം തന്നെ ഭരത്തും അരുന്ധതി പറഞ്ഞതും അവൾ ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകെ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് സേതുവും മായയും കൂടി റൂമിലേക്ക് വരുന്നത്. എന്താ മോളെ നീ ഇവിടെ ഇരിക്കുന്നത്, നിന്റെ മുഖത്തെന്താ എത്ര വിഷമം, നീ എപ്പോഴാ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സേതു. അപ്പോൾ ഭാവന പറയുന്നത്, ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ ഏട്ടാ. ഇവിടെ എന്തൊക്കെയാണ് ഞാൻ അറിയാതെ നടക്കുന്നത്, എത്ര പെട്ടെന്നാണ് എല്ലാവരുടെ സ്വഭാവം മാറി മറയുന്നത് എന്നൊക്കെ പറയാൻ ട്ടോ. എന്താ മോളെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭാവന പറയുന്നത്, സേതുവേട്ടൻ അറിഞ്ഞില്ലേ അമ്മ എന്റെ പേരിലാണ് ഈ വീട് വാങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞത്. അതിനെ ചൊല്ലി ഭാമ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു പുറത്ത്. അവൾ പല കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഞാൻ ഭരത്തിന്റെയും അരുന്ധതിയുടെയും റെസ്പോൺസും കേട്ടത്. എന്തൊക്കെയേട്ടാ ഇത്? എന്റെ കൂടപ്പിറപ്പുകൾ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിന് തമ്മിൽ തല്ലരുത് എന്ന് നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ള ഒരു കാരണക്കാരി ഞാനായി മാറിയിരിക്കുകയാണ്. എനിക്കിത് താങ്ങാവുന്നതിന് അപ്പുറമാണ് എന്നൊക്കെ പറയാട്ടവൾ. ഇത് കേൾക്കുമ്പോൾ സേതുവിനും മായക്കൊക്കെ വിഷമമാണ്. ഭാമയുടെ സ്വഭാവം നിനക്കറിയില്ല മോളെ, നീ അത് വിട്ടേക്ക് എന്ന് പറയാൻ ട്ടോ മായ. അപ്പോൾ സേതു പറയുന്നുണ്ട്, നിന്റെ പേരിൽ ഈ വീട് വാങ്ങുന്നതിൽ ഈ ഏട്ടന് പൂർണ്ണ സമ്മതമേ ഉള്ളൂ മോളെ. കാരണം ഞാൻ ഈ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്നത് തന്നെ നിന്റെ നല്ല മനസ്സ് കാരണമാണ്. ഇല്ലെങ്കിൽ ഞാനുമായൊക്കെ എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്തു പോയേനെ എന്ന് പറയുന്നുണ്ട്. സേതുവേട്ടാ, സേതുവിന് അങ്ങനെയൊന്നും സംസാരിക്കരുത്. എനിക്കെന്നും എന്റെ കൂടപ്പിറപ്പുകളെ എന്റെ കൂടെ തന്നെ കാണണം. അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനമെടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു തീരുമാനത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അമ്മയോട് ഞാൻ സംസാരിക്കട്ടെ, അമ്മ എവിടെ എന്ന് ചോദിച്ചിട്ട് ഭാവന അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. അതേസമയം ഗായത്രി അവിടെ അടുക്കളയിൽ ഓരോ തിരക്കിലാണ്. അങ്ങോട്ടേക്ക് ഭാവന എത്തുന്നുണ്ട്. അമ്മ എന്ത് പണിയായി കാണിച്ചത്? എന്തിനാണ് അമ്മ എന്റെ പേരിൽ ഈ വീട് വാങ്ങിക്കാമെന്ന് പറഞ്ഞത്? അതുകൊണ്ട് ഇപ്പോൾ എന്താ നേടിയത്? എല്ലാവരുടെ മനസ്സിൽ ഞാൻ ശത്രുവായി മാറി. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, ഞാൻ എന്റെ ഇഷ്ടം അവരോട് പറഞ്ഞെന്നേ ഉള്ളൂ.
ആ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. ഇതൊക്കെ ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഓരോ കാര്യങ്ങളും മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് പറയുന്നത് എന്ന് പറയാൻ ട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, എന്തിനാണമ്മ ഇങ്ങനെയൊക്കെ ഓരോ തീരുമാനങ്ങൾ എടുത്ത് മക്കളെ തമ്മിൽ അകറ്റുന്നത്? അമ്മ എന്റെ പേരിലേക്ക് ഈ വീടും വസ്തുവും വാങ്ങിയിട്ടത് കൊണ്ട് ഒന്നും നേടാനില്ല. ഇപ്പോൾ അമ്മ മാത്രമല്ല, ഞാനും കൂടി അവരുടെ ശത്രുവാണ്. ആ രീതിയിലാണ് ഇന്ന് ഭാമ പുറത്തു നിന്ന് സംസാരിച്ചത്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, ഞാൻ കേട്ടു, അവളുടെ സംസാരമല്ലേ, അതൊന്നും അത്ര കാര്യമാക്കേണ്ട. ഭാമ ഇതും പറയും, ഇതിന്റെ അപ്പുറവും പറയും എന്നൊക്കെ പറയാൻ ട്ടോ.